Hi, hello, welcome back to the Playing 11. So, Ramshad, welcome back. Uh, Hi, good evening. Good evening. So, ഇന്ന് നമ്മൾ പഞ്ചാബ് കിങ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ, വ്യൂവേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. സോ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പഞ്ചാബ് കിങ്സ് നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ 2014 ലാസ്റ്റ് തോന്നുന്നു അവരൊരു പ്ലേ ഓഫ് കളിച്ചത്. Playoff അതിനുശേഷം കളിച്ചത്. ഒരു പ്ലേ ഓഫ് ഇല്ല, നിരന്തരമായിട്ട് ഒരു ടീമായിട്ട് വരിക, 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക, നമ്മള് പ്രീതി അക്കന്റെ കണ്ണീര് കാണാൻ പോവാന്നുള്ളൊരു ടീമായിരുന്നു പഞ്ചാബ്. സോ ഒരുപാട് ഫാൻസ് എല്ലാം വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. സോ ഇത്തവണ അവര് റിക്കി പോണ്ടിങ്ങിനെ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. സോ ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനാക്കി അപ്പോയിന്റ് ചെയ്തു. ടീമിനെ തന്നെ ഒരു മൊത്തത്തില് പൂർണ്ണമായിട്ടും മൊത്തത്തിലൊരു അഴിച്ചുപണി ആയിരുന്നു എന്ത് ചെയ്തത്. അഴിച്ചുപണി നടത്തി. സോ നമുക്ക് അതിന്റെ ഫസ്റ്റ് റിട്ടൻഷൻ നോക്കാം. റിട്ടൻഷൻ നോക്കാനൊന്നുമില്ല, ആകെ രണ്ട് പ്ലെയറിനാണ് റിട്ടൻഷൻ ചെയ്തത്. സോ ശശാങ്ക് സിംഗിന് ഒരു 5 കോടിക്കും പ്രഭ് സിമ്രാൻ ഒരു 4 കോടിക്കും. ഇത് ചെയ്ത് 102 കോടി 110 കോടിയായിട്ടാണ് ഓപ്ഷനിൽ അതില് വന്നത്. റിട്ടേൺ ചെയ്ത ശശാങ്ക് സിംഗിനെ അവര് കഴിഞ്ഞ ഓപ്ഷനെ മാറി വിളിച്ചു പോയ പ്ലെയറാണ്. ആളുമാരെ എടുത്ത പ്ലെയറാ. ആളുമാരെടുത്താണ് പെർഫോം ചെയ്തത്. സോ ആളുമാരെടുത്ത ആള് പെർഫോം ചെയ്തു, അയാളെ റിട്ടേൺ ചെയ്തു. സോ ഗ്രേറ്റ് സ്റ്റോറി അല്ലേ അത്. സോ സാധാരണ പ്രീതി സിന്ധ ഓപ്ഷനിൽ വന്നാലേ ബാക്കിയുള്ള ടീമെല്ലാം പേടിക്കും. സോ എല്ലാത്തിനും നോക്കുന്നു. 110 കോടിയായിട്ട് വന്ന പ്രീതി സിന്ധയെ എല്ലാവരും ഒന്ന് ഭയന്നു. സോ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഋഷഭ് പന്തിനോട്ട് അവർ പോകും, ഋഷഭ് പന്ത് ആയിരിക്കും അവരുടെ പ്രിഫറൻസ്. കാരണം പോണ്ടിങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക്. സോ പോണ്ടിങ്ങിന്റെ ചോയ്സ്. ബട്ട് അവരൊന്നും അറ്റംപ്റ്റ് പോലും ചെയ്തില്ല, ഒരു ബിഡ് പോലും ഇട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ഹൈലൈറ്റ്. സോ അവര് ഓൾ ആൻഡ് ഓൾ ആയിട്ട് ശ്രേയസ് അയ്യറിനാണ് പോയത്. സോ ശ്രേയസ് അയ്യറിന്റെ കൊൽക്കത്ത എക്സിറ്റും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയി പോയി. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രേയസ് അയ്യറുടെ കാര്യം എന്താ പറയാ, വളരെ നിരാശയാണ്. കാരണം എല്ലാത്തിലും ശ്രേയസ് അയ്യർ വേൾഡ് കപ്പിൽ ടെറിഫിക് പെർഫോമൻസ് ആയിരുന്നു. 2023 വേൾഡ് കപ്പിൽ ടെറിഫിക് പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ഡൊമസ്റ്റിക് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സിയിൽ ആൾക്ക് കോൺട്രാക്ട് പോകുന്നു. അതിനുശേഷം കോൺട്രാക്ട് പോയതിനു ശേഷം മുംബൈ ടീമിനെ ക്യാപ്റ്റൻ ചെയ്യുന്നു, മുംബൈ ടീമിന് കളിക്കുന്നു, ഓൾമോസ്റ്റ് എവരി ട്രോഫി വിൻ ചെയ്യുന്നു. അതിനുശേഷം KKRന്റെ ക്യാപ്റ്റനായിട്ട് അവർക്ക് ഗൗതം ഗംഭീറിന്റെ ഒരു എറാക്ക് ശേഷം ആസ് എ ക്യാപ്റ്റൻ അവർക്ക് ഒരു 3ാമത്തെ കപ്പ് നേടിക്കൊടുക്കുന്നു. IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വിന്നിംഗ് ക്യാപ്റ്റന് ഒരു ടീം എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. സോ അതൊക്കെ എന്താ പറയാ. സോ ഇത്രയും ടീം ജയിച്ചു വന്ന ഒരാൾക്ക് ഇന്ത്യൻ ടീമിലോട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോ, സോ ഒബ്വിയസ് ചോയ്സ്, എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ശ്രേയസ് അയ്യറിനായിരുന്നു. ഒബ്വിയസ്ലി അവർക്ക് കോൺട്രാക്ട് ഇല്ലാത്തതുകൊണ്ട് ഗില്ലിനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. എല്ലാം കൊണ്ടും വളരെ നിരാശയാണ് ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്ന നിരാശ ഇനിയിപ്പം പഞ്ചാബിന്റെ കൂടെ നിന്ന് ആ ഒരു കപ്പ് വിൻ ചെയ്ത ആൾക്ക് കളയാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്. സോ നമുക്ക് അവരുടെ സ്ക്വാഡിലോട്ട് നമുക്ക് പോവാം. സോ റിക്കി പോണ്ടിങ് എല്ലാ ഓസ്ട്രേലിയൻസും വരുമ്പോൾ ബിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഓസ്ട്രേലിയൻസിനും വിട്ടുവെച്ചിട്ടില്ല. സോ ബാറ്റേഴ്സ് നോക്കാം. ഹർനൂർ സിംഗ്, പ്രിയാൻ ഷാരിയ, പൈല അവിനാഷ്, ശശാങ്ക് സിംഗ്, ശ്രേയസ് അയ്യർ. സോ ഓൾറൗണ്ടേഴ്സിന്റെ വലിയൊരു നിര തന്നെ ഉണ്ട്. അസ്മത്തുള്ള ഒമർസായി, ഗ്ലെൻ മാക്സ്വെൽ, ഹർപ്രീത് ബ്രാർ, മാർക്കോ യാൻസൺ, മാർക്കസ് സ്റ്റോണിസ്, മുഷീർ ഖാൻ, നിഹൽ വധേര, സുരിൻ ഷെഡ്ജെ. വിക്കറ്റ് കീപ്പേഴ്സ് ജോഷ് ഇംഗ്ലീഷ്, പ്രഭ് സിമ്രൻ സിംഗ്, വിഷ്ണു വിനോദ്. ബൗളിംഗ് ആരോൺ ഹാഡി, അർഷദീപ് സിംഗ്, കുൽദീപ് സെൻ, ലോക്കി ഫെർഗൂസൻ, പ്രവീൺ ദുബെ, വൈശാഖ് വിജയകുമാർ, സേബിയർ ബാറ്റ്ലി, യാഷ് താക്കൂർ ആൻഡ് യൂസി ചഹൽ. സോ എങ്ങനെ തോന്നുന്നു ഒരു സ്ക്വാഡിന് മൊത്തത്തിൽ? ഒരു ഓൾറൗണ്ടർ പാക്ഡ് ആയിട്ടുള്ള ടീമാണ് ശരിക്കും. അതെ, മൊത്തത്തിലൊരു ഞാൻ ഒരു പ്ലേയിങ് 11 ഞാൻ ഇട്ട് നോക്കിയപ്പോഴും ഭയങ്കര ഡീപ്പായിട്ട് വരുന്നു അവരുടെ ബാറ്റിംഗ് 11. അവരുടെ ബാറ്റിംഗ് എനിക്കൊന്ന് അർഷദീപ് സിംഗ് വരെ ബാറ്റിംഗ് ഇപ്പം അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ എന്താ പറയാ, മൊത്തത്തിലൊരു ബാലൻസ്ഡ് ടീം. എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷം നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ബാലൻസ്ഡ് ടീം ഓപ്ഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം വലിയൊരു തുക എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 27 or 26 ക്രോസ് ശ്രേയസ് അയ്യറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ഇവർക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കോ യാൻസനെ 7 കോടിക്ക് എടുത്തു, അത് നല്ലൊരു ബൈ ആയിരുന്നു.
ദെൻ മാക്സ്വെലിന് 4 എടുത്തു. മാക്സ്വെലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എല്ലാവരും 12-15 കോടിയൊക്കെ എടുക്കും, കളിക്കില്ല. സോ എനിക്ക് തോന്നുന്നു ഈ സീസൺ മാക്സ്വെലിന്റെ ഒരു തിളങ്ങാൻ സാധ്യതയുണ്ട്. പഴയ തട്ടകത്തിലേക്ക് തന്നെയാണ് മാക്സ്വെൽ. സോ ജോഷ് ഇംഗ്ലീഷിന് വെറും 2.6 ക്രോസിനാണ് എടുത്തത്. അത് വളരെ ബാർഗെയിൻ ബൈ എനിക്ക് തോന്നി, ഒരു സ്റ്റീലായി തോന്നി. ജോഷ് ഇംഗ്ലീഷ് ഒമർസായിനെ 2.4 എടുത്തു. ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒരു പ്ലെയർ വളരെ കുറവാ, ഒരു ഫാസ്റ്റ് ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത്. ഒമർസായിനൊക്കെ എങ്ങനെയാണ് ബാക്കിയുള്ള ടീം ആ ഒരു എമൗണ്ടിന് എടുക്കാൻ വിട്ടത്, ബാക്കി ആവശ്യമില്ലെങ്കിലും ആ ഒരു എമൗണ്ടിന് എങ്ങനെയാണ് എടുക്കാൻ വിട്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും എന്താ പറയുന്നില്ല. പിന്നെ യാഷ് താക്കൂർ, വിഷ്ണു വിനോദ്, കുൽദീപ് സെൻ, അങ്ങനെയുള്ള ആൾക്കാരിനെല്ലാം ചെറിയ ചെറിയ എമൗണ്ട്, ബിലോ 1 crore 2 crore എന്നുള്ള ചെറിയ ചെറിയ എമൗണ്ടിലായിരിക്കും നല്ലൊരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ ബൈ ചെയ്യാൻ പോകുന്നുണ്ട്. സോ അവരുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പ്ലേയിങ് 11 എനിക്ക് തോന്നുന്നു ജോസ് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു തോന്നുന്നു. കാരണം T20 ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ജോസ് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്യലുണ്ട്. സോ പ്ലാൻസ് ഓഫ് ബോണ്ടിങ് അതിന് വേണ്ടിയിട്ടാണ് ജോസ് ഇംഗ്ലീഷിനെ എടുത്തിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറും കവറായി, സോ ഓപ്പണിംഗ് ബാറ്ററും കവറായി. സോ ജോസ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് വിത്ത് പ്രഭ്സിമ്രൻ സിംഗ്. പ്രഭ്സിമ്രൻ സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സീസണും ഒരു 250-300 റണ്ണ് ഒരു ഗ്യാരണ്ടീഡ് പ്ലെയർ ആണ്. ബട്ട് എന്താ പറയാ, ഒരു വലിയൊരു ലൈം ലൈറ്റിലോട്ട് വരില്ല. ബട്ട് എല്ലാ കളിയും അത്യാവശ്യം പഞ്ചാബിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ് പ്രഭ്സിമ്രൻ സിംഗ്. സോ ജോസ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് വിത്ത് പ്രഭ്സിമ്രൻ സിംഗ്. സോ മാർക്കസ് സ്റ്റോണിസ് നമ്പർ 3, നമ്പർ 4 ശ്രേയസ് അയ്യർ. ചിലപ്പോൾ മേ ബി അങ്ങോട്ടും വൈസ് വേഴ്സി ആവാം. നമ്പർ 3 ശ്രേയസ് അയ്യർ വന്ന് നമ്പർ 4 മാർക്കസ് സ്റ്റോണിസ് കളിക്കാം. സോ നേഹൽ വധേര നമ്പർ 5. നേഹൽ വധേര മുംബൈക്ക് വേണ്ടി രണ്ടുപേരും കളിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്റെ ഒരു ഇൻഡ്യൂഷൻ പറയാം. സോ നേഹൽ വധേര നമ്പർ 5, മാക്സ്വെൽ നമ്പർ 6, ശശാങ്ക് സിംഗ് നമ്പർ 7, നമ്പർ 8 മാർക്കോ യാൻസൺ ഓർ ഒമർസായി ഓർ മാർക്കോ യാൻസൺ എന്നുള്ള ഡിബേറ്റ് ആയിരിക്കും വരിക. എനിക്ക് തോന്നുന്നു ഒമർസായിയുടെ ബൗളിങ്ങിനേക്കാളും അവർക്ക് കൂടുതൽ ആവശ്യം ഉണ്ടാവുക മാർക്കോ യാൻസന്റെ ബൗളിങ്ങിനെ ആയിരിക്കണം. അല്ലെങ്കിൽ മാർക്കോ യാൻസനെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കളിപ്പിക്കാനാണ് ചാൻസ്. ബട്ട് മൈ ഫേവറേറ്റ് ഈസ് ആൾവേസ് ഒമർസായി. കാരണം ഒമർസായിനെ കളിപ്പിച്ചുള്ള പ്രശ്നം വെച്ചാൽ ഒമർസായിനെ കുറച്ചൊരു ടോപ്പ് ഓഫ് ദി ഓർഡർ കളിപ്പിക്കണം. ബിലോ ദി ഓർഡർ കളിപ്പിച്ചിട്ട് കാര്യമില്ല. ആളൊരു അങ്ങനെ ഒരു പവർ ഹിറ്റർ അല്ല മാർക്കോ യാൻസനെ പോലെ. സോ ഒരു നമ്പർ 4 നമ്പർ 3 ബാറ്റർ ആണ് ഒമർസായി. സോ ഈ ഒരു പൊസിഷന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആപ്റ്റ് മാർക്കോ യാൻസൺ ആണ് തോന്നുന്നു. അതിനുശേഷം അതെ, മാർക്കോ യാൻസനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ്. അത് കഴിഞ്ഞ് നമ്പർ 9 ഹർപ്രീത് ബാറിനെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ബാറ്റ് ചെയ്യാൻ പറ്റും. ഒരു 6 ബോളില് ഒരു 18 ഒരു 10 ബോളിൽ 25-20 സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹർപ്രീത് ബാർ. സോ നമ്പർ 9 ഹർപ്രീത് ബാറിനെ പോലെ ഒരു ഓൾറൗണ്ടർ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന ഉൾപ്പെടുത്തില്ല. അതിനുശേഷം അർഷദീപ് സിംഗ് അറ്റ് നമ്പർ 10, വൈശാഖ് വിജയകുമാർ ഒരു നമ്പർ 11. വൈശാഖ് വിജയകുമാർ ഉണ്ട്, കുൽദീപ് സെൻ ഉണ്ട്, യാഷ് താക്കൂർ ഉണ്ട്. ഈ 3 പ്ലെയറിൽ ലോക്കി ഫെർഗൂസൺ, യൂസി ചഹൽ നമ്പർ 12. അതെ, യൂസി ചഹലിന് ബാറ്റിംഗ് ഇല്ല, ഇമ്പാക്ട് പ്ലെയർ ഉണ്ട്. സോ യൂസി ചഹൽ ഈസ് ദി ഇമ്പാക്ട് സബ്. യൂസി ചഹൽ ആയിരിക്കണം അവരുടെ ഇമ്പാക്ട് സബ് ആയിട്ട് വരിക. സോ നമ്പർ 11 അവർക്ക് വൈശാഖ് വിജയകുമാർ ഉണ്ട്, യാഷ് താക്കൂർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുൽദീപ് സെൻ ഒരു പ്ലെയർ അവർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈശാഖ് വിജയകുമാറിനെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അതെ, വൈശാഖ് വിജയകുമാറിന് വെറൈറ്റീസ് കൂടുതലുണ്ട്. അതെ, വൈശാഖ് ഓൾറെഡി മാർക്കോ ജാൻസൺ ഉണ്ടാകുമ്പോൾ വേറൊരു പേസ് ബോളർ അവർ ഓപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതെ, സോ വൈശാഖ് വിജയകുമാർ RCBക്ക് വേണ്ടി നന്നായിട്ട് ബോൾ ചെയ്ത്. എനിക്ക് പറയുകയാണെങ്കിൽ ശരിക്കും RCB നന്നായിട്ട് യൂസ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. വൈശാഖ് വിജയകുമാറിനെ എനിക്ക് തോന്നുന്നത് ലോക്കി ഫെർഗൂസനും ബാക്കിയുള്ള അവരുടെ ഫോറിൻ ബൗളേഴ്സിനെ കളിപ്പിച്ച നേരം അവർക്ക് അവരുടെ ഇന്ത്യൻ ബൗളേഴ്സിനെ കൊണ്ട് തന്നെ പോയി കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. സോ നമ്മളൊരു ആളെ ഇതിൽ ശരിക്കും വിട്ടിട്ടുണ്ട്, ലോക്കി ഫെർഗൂസൺ. ഞാൻ എഴുതി വന്നപ്പോൾ എനിക്ക് ലോക്കി ഫെർഗൂസന്റെ സ്ഥലമില്ല. ഇത് അതാണ് പ്രശ്നം. ലോക്കി ഫെർഗൂസൺ കളിക്കുമോ അത് മാർക്കോ ജാൻസൺ കളിക്കുമെന്നായിരിക്കും. ഇല്ല, മാർക്കോ ജാൻസൺ എന്തായാലും ഒരു ഷുവർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലോക്കി ഫെർഗൂസനെ കളിപ്പിച്ചാലും 4 ഓവറിൽ 50 ഇപ്പൊ വൈശാഖ് വിജയകുമാർ വന്നറിഞ്ഞാലും 4 ഓവറിൽ 50. സോ ഒരു ഫോറിൻ സ്ലോട്ട് അവർക്ക് വെറുതെ ഒരു ബൗളർക്ക് വേണ്ടി അവര് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാർക്കസ് സ്റ്റോണിസും മാക്സ്വെല്ലും രണ്ടും സെർട്ടനിറ്റി ആണ്.
സോ അവർ തുടങ്ങി. ഇനിയിപ്പോ ഇൻ കേസ് മാക്സ്വെൽ കണ്ടിന്യൂസ് ആയിട്ട് കളികൾ ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മാറ്റാൻ സാധ്യത കുറവാണ്. കാരണം ഒരു മാച്ച് വിന്നറാണ്. എത്ര ഫോം ഡിപ്പിലാണെങ്കിലും മാക്സ്വെൽ ആണ് ഗ്രീസിൽ എന്ന് പറയുമ്പോൾ ഒരു ടീമിന് ഒരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ മാക്സ്വെൽ ആണ് ഇറങ്ങാൻ പോകുന്ന ഒരു പേടി ഉണ്ടാവും. സോ ആ ഒരു ഫിയർ ഫാക്ടർ മാക്സ്വെലിനുണ്ട്. മാർക്കസ് സ്റ്റോയിനിസ് ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഓടിയെന്നെല്ലാം വിരമിച്ച് ഇപ്പൊ കംപ്ലീറ്റ്ലി T20 കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്. ആ ഒരു ഫ്രഷ്നെസ് ആയിട്ടായിരിക്കും മാർക്കസ് സ്റ്റോയിനിസും വരിക. സ്റ്റോയിനിസ് കഴിഞ്ഞ സീസണിൽ ചെന്നൈയുടെ ഒപ്പം അടിച്ച ഒരു ചെപ്പോക്കിൽ പോയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഇപ്പോഴും CSK മറന്നിട്ടുണ്ടാവില്ല, ആ ഒരു ഇന്നിങ്സ് എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു സ്റ്റോയിനിസിനെ അപ് ദി ഓർഡർ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 3 കളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതന്നെയായിരിക്കും പോണ്ടിങ്ങിന്റെ ഒരു പ്ലാൻ. സോ നിന്റെ ഒരു സജഷൻ എന്താണ്? ഈ ഒരു പ്ലേയിങ് ഇലവൻ വെച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനകത്ത് ചേഞ്ചസ് വരാൻ വളരെ കുറവാണ്, ചാൻസസ് വളരെ കുറവാണ്. കാരണം അത്ര എനിക്ക് തോന്നുന്നു അത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവർ ഓപ്ഷനിൽ ആളെടുത്തത്. ഒരു പെർഫെക്റ്റ് ടീം തന്നെ എന്ന് പറയാം. വളരെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കാലത്തിന് ശേഷം ഒരു പെർഫെക്റ്റ് ടീം പഞ്ചാബിന് കിട്ടിയിട്ടുണ്ട്. ജോർജ് ബെയ്ലി ക്യാപ്റ്റൻ ചെയ്ത 2014 ബാച്ചിന് ശേഷം ഒരു പ്ലേ ഓഫ് സ്വപ്നം കാണുന്ന ഒരു ടീം കൂടിയാണ് ശ്രേയസ് അയ്യറിന്റെ അണ്ടറിൽ. കാരണം ശ്രേയസ് അയ്യർ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു ക്യാപ്റ്റനും കൂടിയാണ്. സോ ശ്രേയസ് അയ്യറിന്റെ അതെ ബാക്കപ്സും ഉണ്ട്, ബാക്കപ്പ് പ്ലേയേഴ്സും ഉണ്ട്. വിഷ്ണു വിനോദ് ഉണ്ട്. സോ ജോസ് ഇംഗ്ലീഷ് ഇവർക്ക് ഒരു വലിയ അഡീഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ജോസ് ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അണ്ടർ റഡാറിൽ പോയൊരു പ്ലെയറാണ് ഓപ്ഷനിൽ. കാരണം നല്ല പ്ലെയറാണ്, ഭയങ്കര എബിലിറ്റി ഉള്ള പ്ലെയറാണ്. ബിഹൈൻഡ് ദ സ്ക്വയർ ഒക്കെ കളിക്കുന്ന ഷോട്ടുകളെല്ലാം ഒരു രക്ഷയില്ല. സ്വീപ്പ് ചെയ്യും, റിവേഴ്സ് ചെയ്യും. സോ സ്പിൻ അടിപൊളിയായിട്ട് കളിക്കും. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ നല്ലൊരു ഇന്നിങ്സ് ഒരു 100 ഉണ്ടായിരുന്നു ജോസ് ഇംഗ്ലീഷിന്റെ. സോ നല്ലൊരു എബിലിറ്റി ഉള്ള പ്ലെയറാണ്. സോ ആ ഒരു പ്ലെയറിനെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. ബിഗ് ബാച്ചിലെല്ലാം അടിയാണ് ജോസ് ഇംഗ്ലീഷ് എല്ലാം ഓപ്പണിംഗിൽ വന്നിട്ട്. സോ ജോസ് ഇംഗ്ലീഷ് വിത്ത് പ്രഭ് സിമ്രാൻ അവരുടെ ഒരു ഓപ്പണിംഗ് കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ഇത്തവണ ക്ലിക്ക് ആവോ എന്നൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഈ പറയുന്നത് പോലെ അവർക്കൊരു പ്രശ്നം വരാൻ ചാൻസ് എന്നുള്ളത് ബൗളിംഗ് യൂണിറ്റിലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം RRന്റെ ക്യാമ്പിലെ ഏറ്റവും വലിയ അവർക്ക് ഡ്രോബാക്ക് എന്ന് പറഞ്ഞ UCയുടെ ഫോമായിരുന്നു. അവിടെ 1-2 കളികൾ തോൽക്കാൻ കാരണം UCയുടെ ഒരു പഴയൊരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി വരുന്നില്ല. ഒപ്പം തന്നെ ഭയങ്കര റൺസ് ലീക്ക് ചെയ്യുന്നുള്ളതാണ്. മാർക്കോ യാൻസൺ സെയിം ഇഷ്യൂ ആണ്. മാർക്കോ യാൻസൺ 2 സൈഡും പോവാം, 4 ഓവർ 60ക്കും പോവാം, 4 ഓവർ 34 3ക്കും പോവാം. സോ അങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റന്റ് ബൗളറാണ് മാർക്കോ യാൻസൺ എന്ന് പറയുന്നത്. സോ അർഷദീപ് മാത്രമാണ് ഇപ്പൊ കറന്റ്ലി അവർക്ക് പറഞ്ഞ ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ എന്ന് പറയാനുള്ളൂ. ബ്രാർ എന്ന് പറഞ്ഞാൽ ബ്രാർ ഒരു പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയില് രാഹുൽ ചാറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ബ്രാർ ഒരു 4 ഓവർ ഒരു 28-30 എറിഞ്ഞിട്ട് പോകുന്ന ഒരു ബൗളറാണ്. കാരണം റൺ ത്രൂ സൈഡ് അല്ല, ഒരു ബൗളർ അല്ല. സോ ആ ഒരു പ്രശ്നം അവർക്കുണ്ട്. വൈശാഖ് വിജയകുമാർ അല്ലെങ്കിൽ യാഷ് താക്കൂർ അല്ലെങ്കിൽ കുൽദീപ് സെൻ ആരെയാണ് കളിപ്പിക്കാൻ അറിയില്ല. സോ ആ ഒരു വരുന്ന ഒരു ബൗളറും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് അറിയില്ല. കാരണം ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാ കളിയും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് സ്പിൻ ബോളിംഗ്. അതെ, അവര് ചാഹല ഫോമിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റിയിറങ്ങാൻ വേറെ സ്പിന്നർ അവരുടെ സ്ക്വാഡിലും വലിയൊരു സ്പിന്നർ ഇല്ല. സോ അതാണ് മാക്സ്വെലിന്റെ ഒരു ഓഫ് സ്പിൻ അവർക്ക് എന്ത് ചെയ്യാം, ഒരു അഡീഷൻ ആണ്, ഒരു 6th or 7th ബൗളർ ഓപ്ഷൻ ആയിട്ട്. സോ മാക്സ്വെലിന്റെ അത്രയ്ക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. ബട്ട് ഈ ഒരു മാക്സ്വെലും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ലെഗ് സ്പിന്നർ ഉണ്ട്, ഒരു ലെഫ്റ്റ് ആം ബൗളർ ഉണ്ട്, ഒരു ഓഫ് സ്പിന്നർ ഉണ്ട്. സോ എല്ലാ കോമ്പിനേഷൻ ബൗളേഴ്സും സ്പിൻ ബൗളിംഗിൽ വരും. ബട്ട് ഈ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കൺസേൺ ആണ്. മാച്ച് 200-210 അടിച്ചില്ലെങ്കിൽ ഈ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പണിയാവും. ഇനിയിപ്പോ ഏതെങ്കിലും ബൗളറിനെ കയറ്റി ഇനി ബാറ്റിംഗിൽ കോംപ്രമൈസ് ചെയ്ത് ലോക്കി ഫെർഗൂസനെ കൊണ്ടുവന്ന് ഇറക്കിയാലും സെയിം സിറ്റുവേഷൻ ആണ്. ലോക്കി ഫെർഗൂസനും സെയിം സിമിലർ ബൗളർ ആണ്, ഈ 4 ഓവർ 60 ബൗളർ ആണ്. കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ലോക്കി കളിക്കാൻ ചാൻസ് ഉണ്ടോ?
ചാൻസ് എന്ന് പറയുന്നത് ഇത് ആരെങ്കിലും ഇഞ്ചുറി ആവണം, അല്ലെങ്കിൽ അവര് ബോളിംഗിൽ അത്ര വീക്ക് ആയി പോകും. 1-2 കളിക്ക് ശേഷമായിരിക്കും 1-2-3 കളിക്ക് ശേഷമായിരിക്കും ചാൻസ് കിട്ടുന്നുണ്ടാവും. സോ ആരോൺ ഹാർഡിയുടെ എന്തെങ്കിലും ആരോൺ ഹാർഡി കളിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ട്? എനിക്ക് ആരോൺ ഹാർഡി സ്റ്റോണീസിന് ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ബാക്കപ്പ് ആണ്. സ്റ്റാർട്ട് ഇല്ല, എനിക്കൊരു കളി ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ അതാണ് നമുക്ക് പഞ്ചാബിനെ കുറിച്ച് പറയാനുള്ളത്. പഞ്ചാബ് ക്വാളിഫൈ ആവോ ഇല്ലയോ? ഇപ്രാവശ്യം എനിക്ക് ചാൻസ് കുറവാണ്, തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, എനിക്കും സിമിലർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു സ്ട്രഗിൾ ചെയ്ത് ഒരു 5th വരെയൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ബൗളിംഗ് ഈസ് എ കൺസേൺ. നമ്മളെപ്പോഴും പറയും ബാറ്റേഴ്സ് വിൻസ് ദി മാച്ചസ്, ബൗളേഴ്സ് വിൻസ് ദി ചാമ്പ്യൻഷിപ്പ്. സോ ബൗളേഴ്സ് ആ ഒരു ഏരിയയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ഇല്ല. കാരണം KKR ഇവര് ഒരു ക്യാപ്റ്റൻ ചെയ്ത സമയത്ത് 2 വജ്രായുധുണ്ടായിരുന്നു എപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നത്. ചക്രവർത്തി എന്നായി. അങ്ങനെ ഒരു ഡിപ്പെൻഡബിൾ ബൗളർ എന്ന് പറയുന്നത് ആരുമില്ല, ഹർഷദീപ് സിംഗ് ഒഴികെ. വേറെ ആരും ഇല്ല. അതും ഹർഷദീപിന്റെ ദിവസം മോശമാണെങ്കിൽ തല്ലു വന്നു. അതെ. സോ ബൗളിംഗ് വലിയൊരു കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വീണ്ടും ഒരു 5 to 6 വന്നിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് അവര് പൊട്ടൻഷ്യലി അവരുടെ പ്ലെയേഴ്സ് എല്ലാം പ്രതീക്ഷകത്ത് ഉയരെയാണ്, ബൗളേഴ്സ് ഉയരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ദേ വിൽ നോട്ട് കം ടു ദ പ്ലേ ഓഫ്. സർപ്രൈസിംഗ് ആയിട്ട് ആരുമില്ല, എല്ലാം എസ്റ്റാബ്ലിഷ് ആയ പ്ലെയേഴ്സ്. അതെ അതെ, അതായത് IPL കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ്. ജോസ് ഇംഗ്ലീഷ് മാത്രമാണ് IPL കളിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയർ എന്ന് പറയുന്നത് ജോസ് ഇംഗ്ലീഷ് മാത്രമാണ്. അത് തന്നെയാണ് കൺസേൺ. കാരണം നമുക്കറിയാം ഒരുപാട് വലിയ പ്ലെയേഴ്സ്, വളരെ വലിയ ഫോമിലിരിക്കുന്ന പ്ലെയേഴ്സ് വന്നിട്ട് IPL വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോയ പ്ലെയേഴ്സ് ഉണ്ട്. സോ ആ ഒരു കേസ് സിനാരിയോ ജോസ് ഇംഗ്ലീഷിന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. സോ ഇംഗ്ലീഷ് വളരെ ടാലന്റഡ് പ്ലെയർ ആണ്. സോ അവർക്ക് വലിയൊരു അഡീഷൻ ആണെന്ന് വിചാരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതാണ് പഞ്ചാബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നീ പറയണ്ടോ? പഞ്ചാബിന്റെ സ്കോഡിന് ഞാനൊരു 7 കൊടുക്കും. 7 or 6. 7 ഇല്ല, 6 കൊടുക്കും. നീ എത്ര കൊടുക്കും? അതെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. റംഷാദ്, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. സോ നമുക്ക് അടുത്തൊരു ടീമുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.